റോഡ് തകർന്ന് യാത്ര ദുസ്സഹമായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അനക്കമില്ലാതെ അധികൃതർ. പൂക്കോട് തൃക്കണ്ണാപുരം കാര്യാട്ടുപുറം റോഡിനാണ് ഈ ദുരവസ്ഥ. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ശാപമോക്ഷം കാത്തുകിടക്കുന്നത്. ഒരു 10-12 കൊല്ലമായി ഒരു മാറ്റമില്ല. ഏത് ഭരണം വന്നിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ മഴയില്ലാത്തത് കൊണ്ട് മൊത്തം ഡ്രൈ ആയി കിടക്കുന്നത്. മഴ സമയത്താണെങ്കിൽ മൊത്തം വെള്ളം കൊണ്ട് കളിയായി ഇവിടെ. അത് ചെളിവെള്ളം. പ്രദേശത്തുള്ള ആള് പല പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ന്യൂസ് കൊടുത്ത് ഇതിനൊരു ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ നാട്ടുകാർ മൊത്തം രക്ഷപ്പെടും. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന ഈ റോഡ് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാവുകയാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ആ ഈ ഒരു ടേണിങ് നിലവൂർ റോഡ് തൊട്ടിട്ട് ഇത് കൂത്തുപറമ്പും തലശ്ശേരിയും ടച്ചാകുന്ന റോഡാണ്. ഇത് പൂക്കോടും ടച്ചാകുന്ന റോഡാണ്. അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ ഈ നാട്ടുകാരെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഇതിന് പെട്ടെന്ന് തീരുമാനമായി കിട്ടുകയാണെങ്കിൽ അത് എല്ലാവർക്കും സുഖമാണ്. ഇതിനകത്ത് ഒരുപാട് വണ്ടി പോകുന്നതാ, ചുരുക്കമായി 2 വീലർ മാത്രം പോകുന്ന വഴിയല്ലേ ഇത്. ഒരുപാട് കാറുകളും ലോറികളും ബസ്സുകളും പോകുന്ന വഴിയേ ഇത്. അപ്പൊ ഈ ഒരു ടേണിങ് തൊട്ടിട്ട് ഈ ഒരു പൂക്കോട് വരെ ഇതിന്റെ അവസ്ഥ. കാലവർഷം ആരംഭിച്ചതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമായി. മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്നതിനാൽ കാൽനടയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. റോഡിന്റെ ഇരുവശത്തും ഡ്രെയിനേജുകൾ ഉണ്ടെങ്കിലും വർഷങ്ങളായി ശുചീകരണം നടത്താത്തതിനാൽ അവ മണ്ണ് നിറഞ്ഞും കാടുപിടിച്ച നിലയിലുമാണ്. 2 സൈഡും ഇത് കാട് പിടിച്ച് കിടക്കുകയാണ് ഈ പ്രദേശം മുഴുവൻ. ഈ പ്രദേശത്തുള്ള ആള് പല പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ മഴയില്ലാത്തത് കൊണ്ട് മൊത്തം ഡ്രൈ ആയി കിടക്കുന്നത്. മഴ സമയത്താണെങ്കിൽ മൊത്തം വെള്ളം കൊണ്ട് കളിയായി ഇവിടെ. അത് പ്യൂർ വാട്ടർ എന്നല്ല, ചെളിവെള്ളം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനുള്ള പരിഹാരം കാണണം. മഴവെള്ളത്തിനൊപ്പം മണ്ണും ചെളിയും ഒഴുകിയെത്തി റോഡിൽ അടിഞ്ഞുകൂടിയതും വാഹനങ്ങൾ റോഡിലെ കുഴിവെട്ടിച്ചു പോകാൻ ശ്രമിക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തിക്കായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതം എന്ന് അവസാനിക്കും എന്നാണ് യാത്രക്കാരും നാട്ടുകാരും ചോദിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 4 കോടി പാസ്സായിന്ന് പറഞ്ഞ മെക്കാടും താറിങ്ങിന് ഇവിടുന്ന് മുതൽ പൂക്കോട് വരെ, നിലവൂർ വഴി പൂക്കോട് വരെ ആ ഫണ്ട് ഇതുവരെ ചെലവഴിച്ചും കാണുന്നില്ല. ടെൻഡർ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് പറയുന്നത് കേട്ടത്. പിന്നെ ഇതിന് തന്നെ പഞ്ചായത്തിലും ഇതെല്ലായിട്ട് പല പ്രാവശ്യമായിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഒരു 10-12 കൊല്ലമായി ഈ റോഡിൽ ഇതേപോലെ കിടക്കുന്നു. ഒരു മാറ്റമില്ല. ഏത് ഭരണം വന്നിട്ടില്ല. ഒരു മാറ്റമില്ല. എങ്ങനെയെങ്കിലും ഇത് അധികാരികളെ ശ്രദ്ധയിലെത്തിക്കുക. ഈ റോഡ് നന്നാക്കുക. നമുക്ക് തന്നെ വണ്ടി ഓടിയിട്ട് വണ്ടിക്ക് പണിയെടുക്കാനായിരുന്നു. അന്ന് 2 കിലോമീറ്റർ അവിടെ വരെയുള്ള അത്രയും കഷ്ടപ്പെടാണ്. പരാതിയിലും കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. പൈസ പാസ്സായിട്ടുണ്ട് പറയാന്നല്ലാണ്ട് വേറെ ഒന്നും കാണും. നമ്മളിങ്ങനെ പറയലല്ലോ, ഒന്നും നടക്കുന്നില്ല. എത്രയും വേഗം അറ്റകുറ്റപ്രവൃത്തി നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. റോഡിന്റെ ഈ ശോച്യാവസ്ഥയിൽ നിന്ന് ഇനി എന്ന് മോചനം എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് പ്രദേശവാസികളും യാത്രക്കാരും. ക്യാമറാമാൻ രാഹുൽ രാമകൃഷ്ണനൊപ്പം തേജസ്വിനി മാറോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.